അപ്പോൾ ഈശ്വരനെ പോലും നമ്മൾ വിഭജിച്ച് അതിന്റെ പേരിൽ നമ്മൾ തല്ലുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വരൻ വന്നിട്ട് പറയുകയാണ്, മത്തപരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. എനിക്ക് ഉപരിയായി ഒരാളില്ല, എല്ലാത്തിനും ഉപരിയായിരിക്കുന്നത് ഈശ്വരൻ. ആ ഈശ്വരന്റെ കീഴിലുള്ള നമ്മൾ എല്ലാവരും ഈശ്വരന്റെ മക്കളാണ്. അപ്പൊ നമ്മൾ കോർക്കപ്പെടണമെന്നാണ് ഗീത പറയുന്നത്. പലതായി കാണപ്പെടുന്ന ഈ ലോകം എന്റെ കഴുത്തിലെ മാല പോലെ കോർക്കപ്പെടണം. ഇന്നത് ചിന്നിച്ചെതറിക്കിടക്കാണ്. ഈ മാല ചിന്നിച്ചെതറിപ്പോയി. ആ മാല കോർക്കാനാണ് ഭഗവാൻ വരുന്നത്. അപ്പോൾ ആര് ആ മാലയിലെ മുത്തായി മാറും? നമ്മൾ ഈ ദൈവരാജ്യം എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തെ പോലെ മനസ്സുള്ളവരായി മാറണം. ഇല്ലേ, ദൈവം തന്റെ രൂപത്തിൽ സൃഷ്ടി നടത്തിയെന്ന് പറയാറില്ലേ? അപ്പോ ഇതൊക്കെ മനസ്സിന്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മള് ഈശ്വരനെ പോലെ ഒരു മനസ്സ്. ഈശ്വരൻ ഏത് ജാതിയാണ്? ഈശ്വരൻ ഏത് രാജ്യക്കാരനാണ്? നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഈശ്വരൻ ഈ പ്രപഞ്ചം തന്റെയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ഈശ്വരന്റെ സ്വന്തമാണ്. അല്ലെങ്കിൽ ആ പോസ്റ്റിൽ ഈശ്വരൻ ഇരുത്തില്ല പ്രകൃതി. അപ്പോൾ ഈശ്വരൻ വരുന്നതിന് വേണ്ടിയിട്ടാണ്. അച്ഛൻ എന്തിനാണ് ഭൂമിയിലേക്ക് വരുന്നത് മക്കളുടെ അടുത്തേക്ക്? അച്ഛനെ പോലെ ആകണം. തെണ്ടിത്തിരിഞ്ഞു നടക്കുന്ന ഒരു കുട്ടി തന്റെ അച്ഛൻ ഈ രാജ്യത്തെ രാജാവാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു ധനവാനാണെന്ന് അറിയാതെ ആ രാജാവിന്റെ അല്ലെങ്കിൽ ആ ധനവാന്റെ പുത്രൻ എല്ലാ വീടുകളിലും കയറി തെണ്ടി നടക്കുമ്പോൾ, വളരെ മോശമായ അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളെല്ലാം ധരിച്ച് നടക്കുമ്പോൾ, അത് കാണുന്ന ആൾക്കാരെന്ത് പറയും? മോനെ, നിന്റെ അച്ഛൻ ആരാന്ന് നിനക്കറിയാമോ? നമ്മള് അച്ഛനെ മറന്നുപോയി, ഈശ്വരനാകുന്ന അച്ഛനെ മറന്നുപോയി. അപ്പോൾ ആ ജഗത്പിതാവ് എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? അച്ഛനെ പോലെ ആകണം. നമ്മുടെ സ്വഭാവ സംസ്കാരം അച്ഛനെ പോലെ ആകണം. നമ്മൾ ഏത് മതവും എടുത്തു നോക്കിക്കോളൂ, ഏത് മതവും വിശാലമായ കാര്യമേ പഠിപ്പിച്ചിട്ടുള്ളൂ. എല്ലാവരും നമ്മൾ വിശാലമായ കാര്യമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരെല്ലാം ഈശ്വരന്റെ പ്രതിനിധികളായി വന്നു എന്നാണ്. അവര് പ്രതിനിധികളായി വന്നിട്ട് എന്ത് ചെയ്തു? അച്ഛന്റെ പരിചയം അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ പറഞ്ഞു കൊടുത്തു. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആ ഈശ്വരൻ സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ആനന്ദത്തിന്റെയും സ്രോതസ്സാണ്. ആ ഈശ്വരൻ ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നാണ് എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയാ? നമ്മളും അതുപോലെ ആകണം. അപ്പോൾ ആര് ഈ ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കും? അല്ലെങ്കിൽ അർജുനനോട് ഭഗവാൻ അസ്വർഗ്യകരം എന്ന് പറഞ്ഞ എന്താണ്? ഈ യുദ്ധം, നിന്റെ മനസ്സിലെ സങ്കുചിതത്വത്തിനോടുള്ള ഈ യുദ്ധം ചെയ്യാതെ അർജുന മനസ്സിന്റെ ആ ലോലമായ ഭാവങ്ങളിൽ, ഈ ക്ഷുദ്രമായ ഭാവങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അസ്വർഗ്യകരം. അങ്ങനെയുള്ള മനസ്സുമായിട്ട് നിനക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ശുദ്ധി മാത്രമല്ല, ആ ശുദ്ധിയുടെ ഭാഗമായ വിശാലത നമുക്ക് വേണം. ഇത് പറയാൻ കാരണം മതത്തിന്റെ പേരിലും വിഭാഗങ്ങളുടെ ഒക്കെ പേരിലുള്ള ഈ സങ്കുചിതത്വങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ വലുതായിരിക്കുകയാണ്. ഇത് മതമല്ല എന്ന് പറയട്ടെ. ഒരു മതവും നമ്മൾ അടിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കൂ. നീ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് അടുത്ത വീട്ടിലെ ആ അടുപ്പിൽ പോയി തൊട്ട് നോക്കണം. ആ അടുപ്പിന് ചൂടില്ലെങ്കിൽ അവൻ ആഹാരം കഴിച്ചിട്ടില്ല. അവൻ ആഹാരം കൊടുത്തിട്ടേ നീ കഴിക്കാവൂ. അപ്പോൾ മതത്തിന്റെ പേരിലുള്ള, ഈശ്വരന്റെ പേരിലുള്ള ഈ കലഹങ്ങള് അജ്ഞാനമാണ്, അവിവേകത്തിൽ നിന്നുണ്ടായതാണ്, ഈ മനോഹരമായ ഭൂമിയെ പിച്ചു ചിന്തതാണ് എന്ന് മനസ്സിലാക്കി ആധ്യാത്മികമായ ഈശ്വരീയ ജ്ഞാനം കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് വലുതാക്കി എടുക്കണം. മനസ്സിനെ വലുതാക്കുമ്പോൾ നമുക്കൊരു മനസുഖം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ഈ മനസുഖം, ഈ വിശാലമായ മനസ്സ് ഉണ്ടാക്കി തരാൻ വേണ്ടി ലോകത്തെ ഏറ്റവും വിശാലമായ മനസ്സാർക്കായിരിക്കും? ഒരു ഡോക്ടർക്കല്ലേ വേറൊരാൾ ഡോക്ടറാക്കാൻ പറ്റുള്ളൂ. ഏറ്റവും വിശാലമായ മനസ്സ് ഈശ്വരനാണ്. വിശാലമായ മനസ്സുകളാണ് ലോകത്ത് മതങ്ങൾ സ്ഥാപിച്ചതെങ്കിലും ആ മതത്തിന്റെ പേരിൽ പോലും സങ്കുചിതങ്ങൾ വരുമ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും പ്രവാചകനായ
എല്ലാ ദേവതകളുടെയും ദൈവമായ പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യച്ഛ ഗുരുർഗരീയാൻ. അങ്ങ് ജഗത്തിന്റെ പരമപിതാവാണ്. അങ്ങ് ജഗത്തിന്റെ ശ്രേഷ്ഠനായ ഗുരുവാണ്. ആ ജഗദ്ഗുരുവും ജഗത് പിതാവുമായ ഭഗവാൻ തന്നെ തന്റെ മക്കൾക്ക് അറിവ് കൊടുത്തു. ഭഗവത്ഗീതയുടെ അവസാനം അർജുനൻ പറഞ്ഞ വരി എന്താണെന്നറിയാമോ? ഗീതാജ്ഞാനം കൊടുത്തതിന് ശേഷം നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ. ഈ ദേഹത്തിനോടുള്ള മോഹം, ഈ പരിമിതികളോടുള്ള മോഹം, ഈ ദേഹങ്ങളോടുള്ള മോഹം, ഈ പ്രകൃതി ഉണ്ടാക്കിയ നാമരൂപങ്ങളോടുള്ള മോഹം ദൈവമേ എനിക്ക് നീങ്ങി. എനിക്ക് സ്മൃതി കിട്ടി. ഞാൻ ആരാണ്? ഞാൻ ആരുടേതാണ്? എന്റെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം? എന്റെ കർത്തവ്യം എന്താണ്? ഈ സ്മൃതി എനിക്ക് കിട്ടി. അപ്പോൾ ഭഗവത്ഗീത ജ്ഞാനത്തിന്റെ ലക്ഷ്യം എന്താണ്? സത്യത്തിന്റെ സ്മൃതി, വിശാലമായ സ്മൃതി ജീവാത്മാവിന് കൊടുക്കുക. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അച്ഛനെ പോലെ ആകുക, പരമാത്മാവിനെ പോലെ ആകുക. അതുകൊണ്ടാണ് ഗീതയിൽ നമുക്ക് പരമാത്മാവിന്റെ യഥാർത്ഥമായ പരിചയവും നമുക്ക് ഗീതയിൽ കാണാൻ സാധിക്കും. ഗീതാജ്ഞാനം നൽകുന്ന സമയത്ത് ഭഗവാൻ തന്റെ യഥാർത്ഥമായ പരിചയം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ജീവാത്മാവിന് ബോധ്യം വരണമെങ്കിൽ ആദ്യം അവൻ ആരാണ് എന്ന് മനസ്സിലാകണം. അവൻ ആരാണ് എന്നൊരു ബോധ്യം വരണമെങ്കിൽ കുറേയൊക്കെ നമ്മൾ ഈ ദേഹം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി, ഇത് പ്രകൃതി നമുക്ക് സമ്മാനിച്ച അമൂല്യമായ വാഹനമാണ്. ഈ വാഹനം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ഞാൻ ആരാണ്? ദേഹം എത്ര അമൂല്യമാണെങ്കിലും ഇതൊരു പിടിച്ചാരമാകും. നമ്മളൊരിക്കലും ദേഹത്തെ ഞാനെന്ന് പറയില്ല, എന്റെ ദേഹം, എന്റെ ദേഹം. അപ്പോൾ എന്റെ ദേഹം എന്താണ്? എന്റെ ദേഹം എനിക്ക് പ്രകൃതി നൽകിയതാണ്. ഇതിലെനിക്ക് വലിയ അവകാശമൊന്നുമില്ല. ഇത് പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതിപതിയായ ഈശ്വരൻ നൽകിയതാണ്. അപ്പോൾ ഇത് എനിക്ക് ഭഗവാൻ നൽകിയതാണ്. ഇതില് എന്റെ എന്നുള്ള അവകാശവാദം പോലും പൊളിച്ചു കളയാണ് ഈശ്വരൻ. നിനക്കൊന്നും അതിൽ അവകാശമില്ല, അത് ഞാൻ നൽകിയതാണ്. എല്ലാവർക്കും, എല്ലാ ആത്മാക്കൾക്കും പ്രകൃതിപതിയായ ഈശ്വരൻ നൽകിയ രഥങ്ങള്, വാഹനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ശരീരമെന്നും ഈ ശരീരങ്ങളെല്ലാം തന്നെ ഒരു പ്രകൃതി ഉണ്ടാക്കിയതാണെന്നും മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ഈ രഥത്തിലിരിക്കുന്ന രഥി ആരാണ് എന്നൊന്ന് മനസ്സിലാക്കണം. ചെല്ലക്കണ്ണാ തൃക്കണ്ണാ ഇല്ലം വിട്ടെന്തിനിറങ്ങി, ചെല്ലക്കണ്ണാ തൃക്കണ്ണാ ഇല്ലം വിട്ടെന്തിനിറങ്ങി. ചൊല്ലാനോ സൃഷ്ടിരഹസ്യം, വെല്ലാനോ രാവണരാജ്യം. ചൊല്ലാനോ സൃഷ്ടിരഹസ്യം, വെല്ലാനോ രാവണരാജ്യം. ചെല്ലക്കണ്ണാ തൃക്കണ്ണാ ഇല്ലം വിട്ടെന്തിനിറങ്ങി, ചൊല്ലാനോ സൃഷ്ടിരഹസ്യം, വെല്ലാനോ രാവണരാജ്യം. മാരിവില്ലിനേഴു നിറം, മഴമുകിലിനു ശ്യാമനിറം. മാരിവില്ലിനേഴു നിറം, മഴമുകിലിനു ശ്യാമനിറം. അഴകിന്നുടയോനെന്തു നിറം, അഴകിയ ശിവന് തൂവെള്ള നിറം. അഴകിന്നുടയോനെന്തു നിറം, അഴകിയ ശിവന് തൂവെള്ള നിറം.
ചെല്ലക്കണ്ണാ തൃക്കണ്ണാ ഇല്ലം വിട്ടെന്തിനിറങ്ങി ചൊല്ലാനോ സൃഷ്ടിരഹസ്യം വെല്ലാനോ രാവണരാജ്യം. പലവുരു നിന്നെ വിളിച്ചെന്നാൽ ഫലമന്നൊന്നും കണ്ടില്ല. പലവുരു നിന്നെ വിളിച്ചെന്നാൽ ഫലമന്നൊന്നും കണ്ടില്ല. ഇന്നെൻ മനസ്സിൽ ശിവരൂപം നന്നായി തിളങ്ങും താരകരൂപം. ഇന്നെൻ മനസ്സിൽ ശിവരൂപം നന്നായി തിളങ്ങും താരകരൂപം. ചെല്ലക്കണ്ണാ തൃക്കണ്ണാ ഇല്ലം വിട്ടെന്തിനിറങ്ങി ചൊല്ലാനോ സൃഷ്ടിരഹസ്യം വെല്ലാനോ രാവണരാജ്യം. ചെല്ലക്കണ്ണാ തൃക്കണ്ണാ ഇല്ലം വിട്ടെന്തിനിറങ്ങി ചൊല്ലാനോ സൃഷ്ടിരഹസ്യം വെല്ലാനോ